എടാ ചെകുത്താനെ, എനിക്ക് അടി കൊള്ളാൻ കുഴപ്പമാണ്. മോഹൻലാൽ എന്നെ ഒരുപാട് ക്ഷമിച്ചു. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തിന്? നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. നീയേ എന്നിട്ട് നാളെ എൻ്റെ പറഞ്ഞ വീഡിയോ എടുക്കാൻ നീ ഞങ്ങളെ പാരലൽ യൂണിവേഴ്സ് എന്നും മണ്ടന്മാർ പൊട്ടന്മാരെ വിളിക്കും. എന്നിട്ട് ഞങ്ങളെ വെച്ച് വീഡിയോ എടുക്കും. നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യേ? അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? തലയിരിക്കുമ്പോ അലാടാൻ പാടില്ലല്ലോ. നിന്റെ മെയിൻ പീരീഡ് കല്യാണം കഴിച്ച ശേഷം പെണ്ണുങ്ങളെ പിടിക്കില്ലല്ലേ? വൃത്തിയോട് പറയരുത്. നീ ഞാൻ ശരി, ഞാൻ കല്യാണിക്ക് പോയിട്ടില്ല, കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നീ കല്യാണം കഴിച്ചിട്ട് പെൺകുടിക്ക് നടക്കുകയല്ലേ? ശരിയാ, ഇവരുടെ വെടി കാരണം കാക്കകൾക്ക് പോലും പറക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കൂടെ കുറെ എഞ്ചിനീയറിംഗ് പിള്ളേരുണ്ടല്ലോ, ഒന്നും എല്ലാം ഭയങ്കര ഹൈ പൊസിഷനിലാണല്ലോ. വെറുതെ വായം പൊളിച്ചിട്ട് ഉള്ളുമാലിൽ ഇരുന്ന സംസാരിക്കുന്നത് കാണാം. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് സത്യാക്കാൻ നോക്കണ്ടോ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്നെ എന്തൊരു കൊള്ളാം. നീ എന്താണ് എനിക്ക് എന്നെ പഠിക്കാൻ പറഞ്ഞു? നിന്നെ എന്തൊരു കൊള്ളാം. കുറെ കൊണയടിക്കാൻ അറിയാം, കുറെ തെറി വിളിക്കാൻ അറിയാം. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. നീ ആ മോഹൻലാലിനെ എത്രയാണ് തെറി വിളിച്ചത്? നിനക്ക് അടി കൊള്ളാണ്ട് കുഴപ്പമാണ്. എനിക്ക് അടി കൊള്ളാണ്ട് നിന്റെ കുഴപ്പം. ഇത്രയും നല്ല ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നുന്നു. ഇനി ബാലയുടെ കേസിൽ നിന്നെ ഇവിടെ നിന്ന് കണ്ടാ ഞാൻ ബാലയോടെ വെക്കുള്ളൂ. ബാല നിന്നെക്കാട്ട് ബെറ്ററാടാ. നീ ബാലയുടെ കേസിൽ ബാലയുടെ രൂപ അടിച്ചു നോക്കിയല്ലേ 10 ലക്ഷം രൂപ ആക്കിയാൽ വേണ്ടിയിരുന്നല്ലേ? ഒന്ന് പതുക്കെ പറയടോ, പുറത്ത് കേട്ടാല് പിടിച്ചകത്താകും. കള്ളപ്പണമാ. നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? ഡ്രഗ്സ് അടിച്ച് നടക്കണം തെണ്ടി. രാവിലെ എന്നെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കുന്നത് വിനീത് വന്ന തിയേറ്റർ ഞാനല്ല, പിന്നെ ഏത് സെലിബ്രിറ്റിയോടാ ഫേമസ് ആയതാ? നീ പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാം. നിനക്ക് മനുഷ്യത്വം ഉണ്ടോടാ നാറി? എന്തെങ്കിലും തമാശ പറയുമ്പോഴേക്കും അപ്പോഴേക്കും ചൂടാവും. നിനക്ക് അടി കൊള്ളാണ്ട് കുഴപ്പമാണ്. നീ ഹാർട്ട് പേഷ്യന്റ് കൊണ്ട് ആരും അടിക്കാത്ത. നിനക്ക് 2 അടി കൊണ്ടാ മാറും. മോഹൻലാൽ നിന്നെ ഒരുപാട് ക്ഷമിച്ചു. ഇതിപ്പോ കുറെ പ്രാവശ്യം ആയല്ലോ പറയുന്നു. കൊറേ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, 2 പ്രാവശ്യമല്ലേ പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. നീ വെറും നാറിയാടാ. ഒരു ക്വാളിറ്റി ഇല്ലാത്തോടാ നീ. സ്വന്തം അപ്പനും കൊണ്ട് നിന്നെ വേണ്ട. കൺക്ലൂഡ് ചെയ്യാണ്. വിത്തിൻ 1 വീക്ക് ഒരു വാർത്ത വരും. ആരാട്ടം ആത്മഹത്യ ചെയ്യുന്നു. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല.